വയനാട് കേരളത്തിൻ്റെ കണ്ണീരാണ്. ലോകം മുഴുവൻ ഇന്ന് കണ്ണീർ വാർക്കുകയാണ്. നൂറുകണക്കിന് ആളുകൾ, മുണ്ടക്കൈ, ചൂരന്മല മേഖലകളിലുള്ളവർ ഈ പ്രകൃതി ദുരന്തത്തിനിടയായി. ഒത്തിരിയേറെ പേർ പരിക്കേറ്റ് ചികിത്സയിലുമാണ്. ആയിരക്കണക്കിന് ആളുകൾ ക്യാമ്പുകളിൽ കഴിയുന്നു. മലയാളി മാത്രമല്ല, ലോകം മുഴുവനും ഈ സങ്കടക്കടലോട് ചേർന്ന് നിൽക്കുന്നു. എന്ത് സഹായത്തിനും തയ്യാറായി നിൽക്കുന്ന നല്ല മനസ്കരെയാണ് നമ്മൾ കാണുന്നത്. ലോകത്തിലെ എല്ലാ വാർത്താ മാധ്യമങ്ങളും എല്ലാ ദിവസം എന്നോണം പ്രധാന വാർത്തയിലൊന്നായി വയനാട് ദുരന്തത്തെക്കുറിച്ച് പറയുന്നുണ്ട്. കഴിഞ്ഞ ദിവസം ഏഷ്യാനെറ്റ് വാർത്ത കാണാൻ ഇടവന്നപ്പോൾ ഒരു കൊമ്പനാനയുടെ മുൻപിൽ ദയ അഭ്യർത്ഥിച്ച് നിറകണ്ണുകളോടെ ഈ അമ്മയ്ക്കും കുഞ്ഞിനും കാവൽ നിന്ന സംഭവം അമ്മ സുജാത വിവരിക്കുന്നത് കേൾക്കാനിടയായി. ഈ അമ്മയുടെ വാക്കുകൾ ഒന്ന് കേട്ടു നോക്കൂ. എനിക്ക് സങ്കല്പിക്കാൻ പോലും കഴിയുന്നില്ല. അപ്പുറം ഇപ്പുറം ഒക്കെ വെള്ളവും മരങ്ങളും വന്ന് കടലായിരുന്നു. അതിന്റെ പുറത്ത് ഞാൻ എന്റെ വാർപ്പ് വീണിട്ട് അതിന്റെ ഉള്ളിൽ നിന്ന് മറ്റേ നമ്മള് അടുപ്പിന്റെ ഇതുണ്ടല്ലോ, അതിന്റെ ഉള്ളിൽ കൂടിയിട്ട് ഇഷ്ടിക പിടിച്ച് തട്ടിയപ്പോ ഒരു ഓട്സ് കണ്ടത്. അതിൽ കൂടി ഞാൻ പുറത്തേക്ക് ചാടിയിട്ട് പേരക്കുട്ടി അപ്പളാ പറഞ്ഞ, അമ്മ ഞാനിവിടെ ഉണ്ട്, എന്നെ രക്ഷിക്കണോന്ന്. കുട്ടീന്റെ ചെറുവിരല് കിട്ടി. അതിനെ പിടിച്ച് വലിച്ചെടുത്തിട്ട് വീണ് കിടക്കണ വാർപ്പിന്റെ മേലെ കയറി. അപ്പൊ 2 നില കെട്ടിടം മറിഞ്ഞു വരികയാണ്. ഇവരിന് രണ്ടാളെയും കൂടി പിടിച്ചിട്ട് ഞങ്ങള് നീന്തി ഈ കുട്ടിനെയും ഒരു വയ്യാത്ത അമ്മനെയും ഒക്കെ പിടിച്ച് കയറ്റി അതിന്റെ മേലേക്ക് പോയി പട്ടത് വലിയൊരു കൊമ്പന്റെ അടുത്താ ആനനോട് പറഞ്ഞു, ഞങ്ങള് വലിയ ദുരിതത്തിന്നാ വരുന്ന്, ഈ ഞങ്ങളെ ഒന്ന് കാണിക്കല്ലേ പറഞ്ഞു. ആന 2 കണ്ണൊന്ന് വെള്ളം ഒഴുക. അതിന്റെ കാലും ചോട്ടിലും നേരം വെളുക്കുന്നവരെ കിടന്നു. ഞങ്ങള് ദൂരത്തു നിന്നൊക്കെ എല്ലാരും വന്നു. പിന്നെ അവര് ഞങ്ങളെ കൊണ്ട് എത്തിച്ചത്. ദുരന്തമുഖത്ത് നിന്ന് രക്ഷപ്പെട്ടെത്തിയത് ഒരാനയുടെ മുൻപിൽ കൈകൂപ്പി ദയ അഭ്യർത്ഥിച്ച ആ അമ്മ സുജാതയുടെ വാക്കുകൾ മനുഷ്യഭാഷ വശമില്ലെന്ന് ഒരുപക്ഷെ നമ്മളൊക്കെ പറയുന്ന ആ കൊമ്പനാനയ്ക്ക് ദയ അഭ്യർത്ഥിച്ച് കൈകൂപ്പി നിൽക്കുന്ന ആ അമ്മയുടെ ഭാഷ മനസ്സിലായി. ആ അമ്മയ്ക്കും കുട്ടിക്കും ആന കാവൽ നിന്നു. ആന പോലും ആ അമ്മയുടെ മുൻപിൽ നിറകണ്ണുകളോടെയാണ് കാവൽ നിന്നത് എന്ന് ആ അമ്മ പറഞ്ഞപ്പോൾ എല്ലാ ജീവജാലങ്ങളും കരുണയും സ്നേഹവും കരുതലുമുള്ളവയാണെന്ന തിരിച്ചറിവ് നമ്മെ പഠിപ്പിച്ചു.